ഇന്നത്തെ ടോപ്പിക് സുഭാഷ് ചന്ദ്രബോസും INAയും. വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ഉജ്ജ്വലമായ ചില പോരാട്ടങ്ങൾ യുദ്ധകാലത്ത് നടക്കുകയുണ്ടായി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി INA ഇതിന് നേതൃത്വമേകിയത്. കോൺഗ്രസിലെ ഇടതു വിഭാഗത്തിൻ്റെ നേതാക്കളിലൊരാളായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് കറകളഞ്ഞ രാജ്യസ്നേഹിയായിരുന്നു. ഗാന്ധിജിയുടെ എതിർപ്പുണ്ടായിട്ടും 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. എങ്കിലും ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മൂലം 1939 കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അദ്ദേഹം രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഇടതുപക്ഷക്കാരെയും ബഹുജനങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുക എന്നതായിരുന്നു ഫോർവേഡ് ബ്ലോക്കിൻ്റെ ലക്ഷ്യം. സുഭാഷിൻ്റെ പ്രവർത്തനങ്ങളിൽ സംഭീതരായ ഗവൺമെൻറ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൽക്കത്തയിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. 1941 മാർച്ചിൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും സാഹസികമായ യാത്രയ്ക്ക് ശേഷം ആദ്യം റഷ്യയിലും പിന്നീട് ജർമ്മനിയിലും എത്തിച്ചേരുകയും ചെയ്തു. ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കുന്നതിന് അദ്ദേഹം ഈ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും കാര്യമായ ഗുണമുണ്ടായില്ല. ഇതിനെ തുടർന്ന് ജപ്പാൻകാരുടെ സഹായം തേടാൻ അദ്ദേഹം തീരുമാനിച്ചു. 1943 സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിലേക്കും തുടർന്ന് സിംഗപ്പൂരിലേക്കും പോയി. സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 1915 മുതൽ ജപ്പാനിൽ താമസിച്ചു വന്നിരുന്ന വിപ്ലവകാരിയായ റാഷ് ബിഹാരി ബോസാണ് ഇതിന് നേതൃത്വമേകിയത്. തെക്കുകിഴക്കേ ഏഷ്യയിലെ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് ബ്രിട്ടനെതിരെ ഒരു സായുധ സമരം നയിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ധാരാളം ഇന്ത്യൻ പടയാളികൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. 1943 തെക്കുകിഴക്കേ ഏഷ്യയിലെ ബ്രിട്ടീഷ് കോളനികളായ സിംഗപ്പൂർ, മലയ, ബർമ എന്നിങ്ങനെയുള്ളത് ജപ്പാൻ കീഴടക്കിയപ്പോൾ അനേകം ഇന്ത്യൻ പടയാളികളും തടവുകാരായി പിടിക്കപ്പെട്ടു. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ പരിശ്രമിക്കണമെന്ന് യുദ്ധ തടവുകാരിലൊരാളായ ക്യാപ്റ്റൻ മോഹൻ സിംഗിനോട് ജാപ്പനീസ് സൈനിക മേധാവികൾ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ക്യാപ്റ്റൻ മോഹൻ സിംഗ് റാഷ് ബിഹാരി ബോസുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1942 മാർച്ചിൽ റാഷ് ബിഹാരി ബോസും മോഹൻ സിംഗും ചേർന്ന് ടോക്കിയോവിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. ഈ സമ്മേളനത്തിൽ വച്ചാണ് അവർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത്. അക്കൊല്ലം ബാങ്കോക്കിൽ വച്ച് കൂടിയ മറ്റൊരു സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കാനും തീരുമാനിച്ചു. തെക്കുകിഴക്കേ ഏഷ്യയിലെ നിവാസികളെയും ജപ്പാൻകാർ തടവിലാക്കിയിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 1942 സെപ്റ്റംബർ 1 ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ആസാദ് ഹിന്ദ് ഫൗജ് ഔപചാരികമായി രൂപീകരിക്കപ്പെട്ടു. ക്യാപ്റ്റൻ മോഹൻ സിംഗിനെ INAയുടെ കമാൻഡർ ഇൻ ചീഫ് ആയി നിയോഗിക്കപ്പെടുകയും ചെയ്തു. ബാങ്കോക്ക് സമ്മേളനം വിപ്ലവ പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ ക്ഷണിച്ചു. ബാങ്കോക്ക് സമ്മേളനത്തിന് ക്ഷണം സ്വീകരിച്ച് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വവും അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. സുഭാഷ് INAയുടെ സ്ഥാപകനായിരുന്നില്ല. എങ്കിലും INAയെ പുനഃസംഘടിപ്പിച്ച് അതിനെ കരുത്തുറ്റ വിപ്ലവ സേനയാക്കി മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം മഹത്കരമായ പങ്കുവഹിച്ചു. അതിനാലാണ് പല ചരിത്രകാരന്മാരും INAയുടെ സ്ഥാപകനായി സുഭാഷ് ചന്ദ്രബോസിനെ കണക്കാക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ പട്ടാളക്കാർക്ക് ജയ് ഹിന്ദ്, ഡൽഹി ചലോ എന്ന യുദ്ധമന്ത്രങ്ങൾ നൽകി. പട്ടാളക്കാർ അദ്ദേഹത്തെ നേതാജി എന്ന് വിളിച്ചു. 1943 ഒക്ടോബറിൽ സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂർ ആസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര ഇന്ത്യൻ താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും ഈ ഗവൺമെൻറ് അംഗീകാരം നൽകി. ജപ്പാൻ ഗവൺമെൻറ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ നേതാജിയുടെ താൽക്കാലിക ഗവൺമെൻറ്റിന് കൈമാറുകയും ചെയ്തു. താൽക്കാലിക ഗവൺമെൻറ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജപ്പാൻ സൈന്യവുമായി ചേർന്ന് INA ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. 1944 മാർച്ചിൽ അവർ ഇന്ത്യയുടെ അതിർത്തി മുറിച്ചു കടക്കുകയും ഇന്ത്യൻ മണ്ണിൽ ത്രിവർണ്ണ പതാക പാറിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ മുന്നേറ്റം തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല.
ബ്രിട്ടീഷുകാർ ശക്തമായ പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചു. ധീരമായി പൊരുതിയിരുന്നെങ്കിലും INAയുടെ യോദ്ധാക്കൾ പരാജയപ്പെട്ടു. 1945 ഓഗസ്റ്റിൽ ഫോമോസയിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസിനെ കാണാതെയായി. വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾക്ക് ഇന്നും അവസാനമായിട്ടില്ല. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തിരിച്ചടിക്ക് പുറമെ INAയുടെ പരാജയത്തിന് മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. INAയുടെ പടയാളികൾക്ക് ആവശ്യമായ ആയുധങ്ങളും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ ജപ്പാൻകാർക്ക് കഴിഞ്ഞില്ല. ഇത് സൈന്യത്തെ തളർത്തി. കാലാവസ്ഥയും അവർക്ക് പ്രതികൂലമായിരുന്നു. ശക്തമായ കാലവർഷം അവരുടെ മുന്നേറ്റത്തിന് പ്രതിബന്ധമായി. എന്നാൽ അച്ചുതണ്ട് ശക്തികൾ ലോകമഹായുദ്ധത്തിലുണ്ടായ തകർച്ചയാണ് INAയുടെ വിധി നിർണയിച്ചത്. ഇതോടെ ആയുധം താഴെ വയ്ക്കാൻ 10,000-ലേറെ വരുന്ന INA യോദ്ധാക്കൾ നിർബന്ധിതരായി. INAയുടെ സമരത്തിൽ ചില മലയാളികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. റാണി ലക്ഷ്മി ബ്രിഗേഡിന്റെ നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഒരു NIA ഭടനായിരുന്ന വൈക്കം ഖാദർ ജപ്പാൻകാരുടെ മുങ്ങിക്കപ്പൽ വഴി കേരള തീരത്തെത്തിയെങ്കിലും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടി കഴുമരത്തിലേറ്റുകയാണുണ്ടായത്. INA അതിൻ്റെ ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടുവെങ്കിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അത് സ്വാധീനിക്കുകയുണ്ടായി.